ഇന്ന് ഞാൻ എൻ്റെ പറമ്പിൽ ഒരു ജാതി തൈ നടുകയാണ്. തൈ നടാൻ ഞാൻ വാങ്ങിയ സാധനങ്ങളും അത് നടുന്ന ശരിയായ രീതിയും കാണണോ? ഈ വീഡിയോ മുഴുവനായി കാണുക. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ജാതി തൈ നടുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയുമോ? അത് വളം മാത്രമല്ല, നടുന്ന സ്ഥലം കൂടിയാണ്. ജാതി തൈ നടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ ഒരു കുഴിയെടുത്ത് തൈവച്ചാൽ പോരാ. തുടക്കത്തിൽ നൽകുന്ന പരിചരണമാണ് ജാതിയുടെ ആയുസ്സും വിളവും നിശ്ചയിക്കുന്നത്. ഇന്ന് നടാൻ പോകുന്ന ഈ ജാതി തൈക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് നല്ല ഗുണമേന്മയുള്ള വളങ്ങളാണ്. വേപ്പിൻ പിണ്ണാക്ക്, വേരുപടലങ്ങളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണ്. എല്ലുപൊടി, ചെടിയുടെ വേരുകൾ പെട്ടെന്ന് വളരാനും ചെടി കരുത്തോടെ ഇരിക്കാനും ഇത് സഹായിക്കും. ചാണകപ്പൊടി ഫലഭൂഷ്ഠത കൂട്ടുന്നു. ജാതിക്ക് ഈർപ്പം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നടുന്ന ആദ്യ മാസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും കൃത്യമായി വെള്ളമൊഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വേനൽക്കാലമാണെങ്കിൽ തൈക്ക് തണൽ നൽകാനും മറക്കരുത്. ജാതിക്ക് കുഴിയെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. ഈ കുഴിയെടുത്തേക്കുന്നത് 2.5 അടി വീതിയിലും 2.5 അടി ആഴത്തിലുമാണ് നമ്മൾ ഈ കുഴിയെടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ വേരുകൾക്ക് മണ്ണിലേക്ക് പടരാൻ ആവശ്യമായ അയവ് ലഭിക്കൂ. തൈ നടുന്നതിന് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നിടം തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. തൈ നടുന്നതിന് മുമ്പ് കുഴിയിൽ നിന്നും മാറ്റിയ പകുതി മണ്ണും അത്ര തന്നെ ചാണകപ്പൊടിയും നന്നായി യോജിപ്പിക്കണം. ഇതേ നോക്കിക്കുക സുഹൃത്തുക്കളെ, ഇതേപോലെ ചാണകപ്പൊടിയും മണ്ണും നന്നായി മിക്സ് ആവണം. ദാണ്ട് ഈ കാണുന്നത് പോലെ നോക്കിക്കേ, വളരെ വൃത്തിയായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതേപോലെ ചാണകപ്പൊടി തട്ടിയിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, അതേപോലെ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഒരുപോലെ മണ്ണും ഈ ചാണകപ്പൊടിയും മിക്സ് ആവും. എന്നിട്ട് നമ്മൾ എടുത്തേക്കുന്ന കുഴിയിലോട്ട് അത് വലിച്ചിറക്കുക. അതിനു മുമ്പായിട്ട് ഇത് ഇറക്കുന്നതിന് മുമ്പ് ഈ സെൻറ്റർ നോക്കി ഒരു കമ്പ് വെക്കുന്നത് നല്ലതാണ്. ഒരു കമ്പ് കുത്തി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൈഡ് മാറിപ്പോവും, ചിലപ്പോൾ സെൻറ്റർ ആയിരിക്കത്തില്ല. ഇതുപോലെ കുത്തിയാൽ നല്ലതാണ്. കുഴിയുടെ മധ്യഭാഗത്തായി ചെറിയൊരു കുഴി ഇതുപോലെ എടുക്കുക. ആ കമ്പെടുത്ത് മാറ്റിയതിന് ശേഷം തൈ ഒന്ന് വെച്ച് നോക്കുക കറക്റ്റാണോ എന്നുള്ളത്. ഒരുപാട് താന്നു പോകരുത്. വളരെ സൂക്ഷിച്ച് വേണം ആ കവർ മാറ്റാനെ കൊണ്ട്. അതിൻ്റെ വേരുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കരുത്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. വളരെ പതുക്കെ ഇതുപോലെ എടുത്ത് വെക്കുക. നോക്കിക്കേ. ഇനി എന്നിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും നന്നായി മിക്സ് ചെയ്യുക. നല്ല വൃത്തിക്ക് അങ്ങോട്ട് മിക്സ്. ഓരോ കിലോയാണ് ഇത് വാങ്ങിയേക്കുന്നത്. 1 കിലോ എല്ലുപൊടിയും 1 കിലോ വേപ്പിൻ പിണ്ണാക്കാണ്. ഒരു മടിയും വേണ്ട, ഒരു പിശുക്കും കാണിക്കാതെ അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ടിട്ട് മണ്ണുമായിട്ട് നന്നായി അങ്ങോട്ട് യോജിപ്പിക്കുക. നോക്കിക്കേ, ഒരു പിശുക്കും കാണിക്കേണ്ട, അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ വൃത്തിയായിട്ട് മണ്ണൊക്കെ ഇളക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു താങ്ങമ്പ്, അത് കാറ്റത്തൊക്കെ ഒലയായിരിക്കാനെ കൊണ്ട് കുഞ്ഞൊരു കമ്പ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു വള്ളിയെടുത്ത് നോവാതെ വേണം കെട്ടിക്കൊടുക്കാൻ. അതിന് നോവാതെ ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായി വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഞാൻ ശരിക്കും വെള്ളം കൊടുത്തിരുന്നു. അപ്പം നിങ്ങൾ നന്നായി വെള്ളം കൊടുക്കണം. കാരണം ആ ചാണകപ്പൊടിക്കൊക്കെ ചൂടുണ്ടതൊക്കെ ഒന്ന് തണുക്കാനെ കൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ ഓലക്കാലോ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് നല്ല തണലിട്ട് കൊടുക്കണം. ഇതുപോലെ നന്നായി അങ്ങോട്ട് ഉറപ്പിച്ച് അതിനെല്ലാം കൂടെ ചുറ്റി കെട്ടി അങ്ങ് വെക്കുക. നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൈ നടിയിൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരിയായ രീതിയിൽ നട്ടുപരിപാലിച്ചാൽ മികച്ച ആദായം നൽകുന്ന ഒന്നാണ് ജാതി. നിങ്ങൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൃഷി അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.